ഹായ് നമസ്കാരം കൂട്ടുകാരെ, താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി പരിപ്പും മുരിങ്ങയിലയും വെച്ച കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല നല്ല വെള്ളരി ചോറിനൊപ്പം കഴിക്കാൻ തോന്നില്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കുക്കറിൻ്റെ പരിപ്പിൻ്റെ ഒപ്പം ഒരു 4 പച്ചമുളകും കൂടി കീറിയിട്ടതുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. ഇനി വേറെ അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത്ര പേർ സാധനം വെച്ച് നമുക്കിനൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ അടുപ്പത്ത് വെക്കാം. അത് അടുപ്പത്ത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കാം. കറിവേപ്പില മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുരിങ്ങയില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് അതിനെയും കുറച്ച് ചൂടാക്കിയെടുക്കാം. ഒന്നത് നല്ല കുറച്ച് അതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്ന ആ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും ഇതെല്ലാം ഉണ്ടല്ലോ, അത് നമുക്ക് പരിപ്പും പച്ചമുളകും മാത്രം ഇട്ടില്ല എന്ന് അത് നമുക്ക് നമ്മൾ മുരിങ്ങയില താളിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഞാൻ ഇതിന് കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ലൂസാക്കി എടുക്കാം. പരിപ്പ് നല്ലോണം കട്ടി ആകുമ്പോൾ ഒരു രസമില്ല, എന്നാലും കുറച്ച് കട്ടി വേണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൽ ലേശം വെള്ളം ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനെ അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ലേശം ഉപ്പും ചേർക്കണം. ഉപ്പിട്ടിട്ടുണ്ടായിട്ട് അതിൽ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതങ്ങനെ ഒരുപാട് നല്ലോണം തിളച്ചതാവുകയൊന്നും വേണ്ട, എന്നാലും നമ്മൾ തേങ്ങ കൂട്ടിയത് കൊണ്ട് കുറച്ചും തിളച്ച് വരണമെന്നേലും. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ നല്ല പരിപ്പെല്ലാം വെന്ത് കലങ്ങി മുരിങ്ങയിലെല്ലാം ഇത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ചും തണിയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ചൂടോടെ കഴിക്കാം, എന്നാലും കുറച്ചും തണിഞ്ഞ് വരുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടില്ല, നമ്മളെ മുരിങ്ങയില പരിപ്പ് കറി അങ്ങനെ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് മൺകാലത്തിലായതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ അടിപൊളി കറി കണ്ടല്ലോ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നതിൻ്റെ കൂടി ഒന്ന് പറയണേ.